പന്തളം നഗരസഭയിൽ അശാസ്ത്രീയമായി കെട്ടിട നികുതി പിരിക്കുന്നതായി പരാതി. പുതിയ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം ജനങ്ങളിൽ അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്നു. നികുതി പരിഷ്കരണ നിയമം നടപ്പിലാക്കി ജനങ്ങളെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുന്നെന്നും ആരോപണം. പുതുക്കിയ കെട്ടിട നികുതി നിയമം നടപ്പാക്കുന്നതിൽ മുൻ നഗരസഭാധികൃതർ കാണിച്ച അലംഭാവം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതായാണ് പ്രധാന ആക്ഷേപം. മുൻവർഷങ്ങളിൽ ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാതെ കഴിഞ്ഞ വർഷം ഉത്തരവ് നടപ്പിലാക്കുകയും ഇതിലൂടെ ജനങ്ങൾക്ക് അധിക സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്നും കെട്ടിട ഉടമകൾ വ്യക്തമാക്കുന്നു. എന്നാൽ 2023 കഴിഞ്ഞിട്ടാണ് പന്തളം നഗരസഭ ഇത് നടപ്പിലാക്കാൻ തുടങ്ങുന്നത്. അതിനും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു കാരണമുണ്ട്. കാരണം ഇത് കേരള സംസ്ഥാനത്തിൽ നടപ്പിലാക്കാതിരുന്ന സ്ഥാപനം ഏതെന്ന് പരിശോധിച്ചപ്പോൾ പന്തളം നഗരസഭ മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് ഇത്ര കാലങ്ങളിൽ ഇവിടെ അധികാരികളായിട്ടിരുന്നവരും ഉദ്യോഗസ്ഥരുമായിട്ടിരുന്നവർക്കുമെതിരെ അന്വേഷണം നടത്തി 14 ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നോട്ടീസ് അയച്ചു, കാരണം കാണിക്കൽ നോട്ടീസ്. ആ കാലത്തുണ്ടായിരുന്ന ഭരണത്തിലുണ്ടായിരുന്ന ആൾക്കാരുടെയും അവരെ അയോഗ്യരാകപ്പെടുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഈ നഷ്ടമായ ഫണ്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള നടപടികളിലേക്കോ സർക്കാർ പോകാൻ തുടങ്ങിയപ്പോഴാണ് ഇവർ ചാടി കയറി ഇത് നടപ്പിലാക്കാൻ തുടങ്ങുന്നത്. കെട്ടിട നികുതി നിയമപ്രകാരം 3 വർഷത്തിന് മുമ്പുള്ള നികുതി പിരിക്കാൻ പാടില്ല എന്നിരിക്കെ 2016 മുതലുള്ള നികുതി ജനങ്ങളിൽ നിന്ന് പിരിക്കാൻ ശ്രമിക്കുന്നതായും പരാതിയുണ്ട്. ഇതിനോടൊപ്പം സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന നികുതി ശതമാനമായ 5 മുതൽ 17 വരെയുള്ള കണക്കിൽ ഏറ്റവും ഉയർന്ന നിരക്കാണ് പന്തളം നഗരസഭ സ്വീകരിച്ചിരിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. BJP ഭരിക്കുന്ന നഗരസഭയിൽ ഭരണപക്ഷ കൗൺസിലറായ KV പ്രഭ ഭരണസമിതി തീരുമാനത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. വിഷയത്തിൽ പാലക്കാട് നഗരസഭയെ ഉത്തമ ഉദാഹരണമായി സ്വീകരിക്കണമെന്നും ജനങ്ങളെ സഹായിക്കുന്ന നിലപാടാണ് നഗരസഭകൾ സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ ആ കമ്മിറ്റിയിൽ 24/7/2023 നടന്ന നഗരസഭാ കമ്മിറ്റിയിൽ ഈ നികുതി പരിഷ്കരണം 2011 മുതൽ നടപ്പാക്കിയത് അശാസ്ത്രീയമാണ്, നടക്കാത്തത് കൊണ്ട് ഇപ്പോൾ നമ്മൾ നടപ്പാക്കുമ്പോൾ ഏറ്റവും ചെറിയ നിരക്കാണ് സാധാരണപ്പെട്ട ജനത്തിന് ഇവിടെ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് 10 മുതൽ 12:45 വരെ നിരന്തരമായി ശബ്ദിച്ചിട്ട് പോലും ആരും അത് ചെവിക്കൊണ്ടില്ല. എല്ലാവരും കൂടി 31 പേരൂടെ കൂടി ഒരു തീരുമാനമെടുത്തതാണ് ഈ ഉയർന്ന നിരക്ക്. ആ ഉയർന്ന നിരക്ക് തീരുമാനിച്ചതാണ് ഇപ്പോഴ് പന്തളത്തെ വ്യാപാരികളും വാസഗൃഹങ്ങളിൽ താമസിക്കുന്നവരും ഭീമമായ ഈ നികുതി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. എന്നാൽ പിഴപലിശ ആരുടെ മേലും ചുമത്തിയിട്ടില്ലെന്നും നികുതി ഇളവിനായി സർക്കാരിന് കത്തയച്ചിട്ടുണ്ടെന്നുമാണ് നഗരസഭാ അധ്യക്ഷയുടെ വാദം. മുൻ ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും കെടുകാര്യസ്ഥത കൊണ്ടാണ് ഇത്തരമൊരു അവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നതെന്നുമാണ് ഇവരുടെ നിലപാട്. അതായത് അത് ഗവൺമെന്റ് തലത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഒരു 14 ഉദ്യോഗസ്ഥർക്കെതിരെ ഇതിന് കാരണം കാണിക്കൽ നോട്ടീസ് ഒക്കെ കൊടുത്ത് അവരുടെ കാര്യങ്ങൾ തിരക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന ഉദ്യോഗസ്ഥർക്കായിരിക്കുമല്ലോ ഇതിന് മറുപടി പറയേണ്ടി വരുന്നത്. അവർക്ക് കത്തുകൾ വന്നിട്ടുണ്ട്, അവരതിന് മറുപടി കൊടുക്കേണ്ടി വരും. അശാസ്ത്രീയ നികുതി പിരിവിനെതിരെ ജനങ്ങൾ ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിരിക്കുകയാണ്. നഗരസഭയുടെ ജനദ്രോഹ നീക്കത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.